കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഒന്ന് രണ്ട് തലമുറകൾക്ക് മുൻപ് വിവാഹ ആഘോഷങ്ങൾ വളരെ ലളിതമായിരുന്നു എന്ന് നമുക്കറിയാം. വിവാഹത്തിന് ശേഷം പിറ്റേന്ന് തന്നെ ഭാര്യയെയും കൂട്ടി തൂമ്പായും പിടിച്ച് പറമ്പിലേക്ക് ജോലിക്കിറങ്ങുന്ന ഭർത്താക്കന്മാരെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത്. ജോലി കഴിഞ്ഞ് സന്ധ്യയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവാലയം അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പിറ്റേന്ന് രാവിലെ തന്നെ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നു. വിശുദ്ധ ബലിയിൽ കേൾക്കുന്ന ഗാനങ്ങളും പ്രാർത്ഥനകളും ആ ദിവസത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലേക്കും ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ മൂളിപ്പാട്ടായി പാടി നടക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ അവരുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളെ ആത്മീയമായ സൗരഭ്യം വളർത്തുന്ന ഗാനങ്ങളാണ്. അങ്ങനെയുള്ള ഒട്ടനവധി ഗാനങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെ സജീവമാക്കിയ, നമ്മുടെ ജോലിയിടങ്ങളിൽ ആത്മീയമായി നിറവ് നൽകിയ ഗാനങ്ങൾ. കാവ്യാമൃതത്തിലെ ഈ പുതിയ എപ്പിസോഡ് അത്തരം സുന്ദരമായ ഗാനങ്ങൾ നമുക്ക് നൽകുന്ന എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി നൽകിയ ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ ബലിയിൽ നമ്മളിലേക്ക് എന്നും സന്നിഹിതനാകുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ നിറവാണ് ദിവ്യകാരുണ്യം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദിവ്യകാരുണ്യം നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യബോധം മാത്രമല്ലെന്നും അത് പാപങ്ങളിൽ നിന്നും ക്രോധമോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്ന ഏറ്റവും പരമപരിശുദ്ധ സാന്നിധ്യമാണ് എന്നും നമ്മെ ഓർമ്മിപ്പിച്ചത് എ ജോസഫ് എന്ന ഗാനരചയിതാവും സംഗീതജ്ഞനുമാണ്. ഒരുപക്ഷെ മലയാള ഭക്തിഗാന മേഖലയിൽ അധികം അറിയപ്പെടാതിരുന്ന ഒരാളാണ് അദ്ദേഹം. എന്നാൽ സ്നേഹപ്രകാശം എന്ന ഒറ്റ സംഗീത ആൽബം കൊണ്ട്, അതിലെ അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ട് എക്കാലവും മലയാളികളുടെ മനസ്സിൽ ചിരഞ്ജീവിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. ദാസേട്ടൻ്റെ അതിമനോഹരമായ ആ സ്വരത്തിൽ മലയാളികൾ കേട്ട് പ്രാർത്ഥിച്ച ഈ സുന്ദരഗാനം നമുക്ക് വേണ്ടി ഇന്ന് ആലപിക്കുന്നത് ഗാഗുൽ ജോസഫാണ്. തമ്പുരാൻ്റെ സ്നേഹം ദിവ്യകാരുണ്യത്തിലൂടെ അനുഭവിക്കുവാൻ ഈ ഗാനം നമുക്ക് എന്നും പ്രചോദനമാണ്. ഈ ഗാനം നമുക്ക് കേൾക്കാം.
സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയുന്നെൻ മനസ്സിൽ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയുന്നെൻ മനസ്സിൽ. ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം, ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം ദേവാ നീ കൊളുത്തണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. നിന്നെയുൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെയുൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ, നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നാഥാ നീ വസിക്കണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. കാവ്യാമൃതം. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ പിന്നീട് നമ്മുടെ വളർച്ചയുടെ കാലങ്ങളിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങളാണ്.
എൻ്റെ ഓർമ്മയിൽ കിളിയാർകണ്ടം എന്ന ഇടവക ദേവാലയത്തിൽ ഹോളി ഫാമിലി ചർച്ചാണ് ഇടുക്കി രൂപതയിലെ കിളിയാർകണ്ടം ഇടവക. ഞങ്ങളുടെ തൈതൽ മറച്ച ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പാടിയ മനോഹരമായൊരു ഗാനം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഇന്നും ആ ഗാനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. ആബലച്ചൻ്റെ വരികൾ ധന്യമാക്കിയ മലയാളിയുടെ ഓർമ്മ സുഗന്ധമാണ് KK ആൻ്റണി മാഷ് നമുക്ക് നൽകിയത്. മാഷിൻ്റെ സംഗീതത്തിലൂടെ പിറന്നു വീണ മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം. ആബലച്ചൻ്റെ എത്ര ലളിതമായ വരികളാണ് നോക്കുക. അത്രയ്ക്കും ലളിതമായ ഭാഷ, അതിൽ ആത്മീയതയുടെ നിറവ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും എനിക്ക് എത്ര പ്രായമായാലും ഈ ഗാനം ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം അതെൻ്റെ ബാല്യകാലങ്ങളിൽ എന്നെ ദേവാലയത്തിലേക്ക്, ഈശോയിലേക്ക് ചേർത്ത് നിർത്തിയ ഗാനമാണ്.
തന്നിൽ നിന്നും അകന്നു പോകുന്ന പാപികളായ മനുഷ്യരെ തേടിപ്പിടിച്ച് തന്നിലേക്ക് എത്തിക്കുന്ന ദൈവപിതാവിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്തെ ഏറെ പ്രകീർത്തിച്ച ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലാണ് നമ്മൾ ഈശോ ഈ ഉപമ പറയുന്നതായിട്ട് കാണുന്നത്. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുവാനാവില്ല എന്ന് തിരിച്ചറിയുകയാണ്. അത്തരത്തിലൊരു തിരിച്ചറിവ് ലഭിക്കുന്ന മനുഷ്യൻ താൻ ഇക്കാലം അത്രയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന കണ്ണീരിൽ കുതിർന്ന ഒട്ടനവധി വാക്കുകൾ പ്രാർത്ഥനകളാക്കി ഗാനങ്ങളാക്കി മലയാളികളായി നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. മേരി രാജേശ്വരി എഴുതി ആൽബർട്ട് വിജയൻ സംഗീതം നൽകിയ സ്നേഹരാഗം എന്ന തരംഗിണിയുടെ സംഗീത ആൽബത്തിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് ദാസേട്ടനിലൂടെ നമുക്ക് ലഭിച്ച കനിയു സ്നേഹപിതാവി. നേറുന്ന ജീവിതത്തെ താലത്തിൽ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആ ജീവിതം എന്തൊക്കെയാണ് എന്ന് ഏതാനും വരികളിലൂടെ മേരി രാജേശ്വരി എന്ന കവയിത്രി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ഒരു വ്യത്യസ്തമായ ഭാഷ്യമാണ് ഈ ഗാനം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എപ്പോഴെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ആർക്കും അതിനുള്ള ഏറ്റവും നല്ല ഒരവസരമാണിത്. ഇത് കേൾക്കുന്ന നമുക്കും അത് അത്തരത്തിലൊരു തിരിച്ചുവരവിൻ്റെ അവസരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗാഗുൽ ജോസഫിൻ്റെ മനോഹരമായ സ്വരത്തിലൂടെയാണ് ഇന്ന് ഈ ഗാനം നമ്മൾ കേൾക്കുന്നത്. പിതാവേ നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായ ജീവിതത്താലമിതാ. കനിയൂ സ്നേഹപിതാവേ നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായ ജീവിതത്താലമിതാ. കനിയൂ സ്നേഹപിതാവേ.
പിതാവേ പിതാവേ നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി എൻ ജീവിത താലമിതാ കനിയൂ സ്നേഹപിതാവേ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ദൈവസന്നിധിയിലിരിക്കുന്ന ആരിലേക്കും അവിടുത്തെ സ്നേഹം ഒഴുകിയിറങ്ങുന്നു എന്ന അനുഭവം ഈ ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടാവാം. ദൈവം സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാത്രം ഭവിപ്പിക്കുന്നു എന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 31-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ ആരാണ് എന്ന് പൗലോസ്ലീഹ പിന്നീട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നൽകുന്നതൊക്കെയും നന്മയും സ്നേഹവുമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ അടുപ്പിച്ചു നിർത്തുവാൻ പിന്നെ ഒരിക്കലും നമ്മൾ മടി കാണിക്കില്ല. കാവ്യാമൃതത്തിൽ ഇന്ന് നമ്മൾ കേട്ട ഈ ഗാനങ്ങളൊക്കെയും നമ്മിലെ ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണാത്ത ഒത്തിരിയേറെ ആളുകളുണ്ട്. അവർക്ക് അത് അവരുടെ ജീവിതത്തിൻ്റെ ധന്യതയാണ്, പ്രാർത്ഥനയാണ്. ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും വളരെ വളരെ നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യ